അല്ല, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതിനുശേഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ജൂലൈ 20 ലാത്തിച്ചാർജ് ഉൾപ്പെടെ ബീഹാറിൽ നടന്ന AK-47 ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. അതിന്മേലുള്ള പ്രസ്താവനയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിൽ മറുപടി പറയാം. അതായിരുന്നില്ല വിഷയമെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ സഭയിൽ പോലും ഹാജരാകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറായില്ല. അതുകൊണ്ട് സഭയെ അദ്ദേഹം ആ കാര്യത്തെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യണം. അതായിരുന്നു ഉന്നയിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള വിഷയം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു. ഒന്നാമത്തെ ഇഷ്യൂ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രശ്നവും, രണ്ടാമത്തെ ഇഷ്യൂ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊള്ളയുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് ഇപ്പോഴും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നത് ഈ അവസാന ദിവസമാണ്. ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അദ്ദേഹം വന്ന് സുവമോട്ടോ സ്റ്റേറ്റ്മെൻറ്റ് നടത്തട്ടെ. ഞങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ സഭ ചർച്ച ചെയ്യുകയും ആ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിഴലിച്ചിരുന്നത്. ആ ലാത്തി ചാർജിനെ സംബന്ധിച്ചൊരു സുവമോട്ടോ സ്റ്റേറ്റ്മെൻറ്റ് അമിത്ഷാ നടത്തട്ടെ, പ്രശ്നം തീരുമല്ലോ. അത് അയോധ്യ രണ്ടാമത്തെ വിഷയമാണ്. അയോധ്യ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ആ ആവശ്യമുണ്ട്. കാരണം ഈ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തീവെട്ടിക്കൊള്ള. അതിന് കാരണമുണ്ട്. കാരണം ഗവൺമെൻറ്റാണ് ആ ക്ഷേത്രത്തിന് ലാൻഡ് കൊടുത്തത്. പ്രധാനമന്ത്രിയാണ് ശിലാന്യാസം നടത്തിയത്. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഔപചാരികമായ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് തുറന്നു കൊടുത്തത്. അത്രയും ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ആഭിമുഖ്യത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള വിശ്വാസത്തിൻ്റെ പേരിൽ നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിന് താല്പര്യമുണ്ട്. അത് ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പേരിലായിരുന്നു അവരുടെ 3 പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ. ഒന്ന്, കൺസ്ട്രക്ഷൻ ഓഫ് രാം ജന്മഭൂമി ടെമ്പിൾ, റിപ്പീൽ ഓഫ് ആർട്ടിക്കിൾ 370, യൂണിഫോം സിവിൽ കോഡ്. ഇത് 3ഉമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോയിൽ 2014-ലും 2019-ലും ഒക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോയിലെ മുദ്രാവാക്യം. അപ്പോൾ ആ മുദ്രാവാക്യത്തിൽ ഒന്നാണ് രാമക്ഷേത്ര നിർമ്മാണം. ആ രാമക്ഷേത്ര നിർമ്മാണത്തിൽ വന്ന കൊടിയ അഴിമതിയും തീവെട്ടിക്കൊള്ളയും അതിന് ചർച്ച ചെയ്യാനും ചർച്ചയ്ക്ക് മറുപടി പറയാനും പ്രധാനമന്ത്രി ബാധ്യസ്ഥനാണ്. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ സർവ്വ കാർമ്മികത്വവും വഹിച്ചത്. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നടത്തിയ ഒരു പ്രവർത്തനമെന്ന നിലയിൽ അതിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിന് പ്രധാനമന്ത്രി മറുപടി തരാൻ തയ്യാറാകുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. അവർ ഈ സ്വാഭാവികമായ ജനാധിപത്യ സംവിധാനത്തിലെ സ്വാഭാവിക പ്രക്രിയ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല. മാത്രമല്ല, അമിത്ഷാ, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ഹാജരായ ദിവസം പോലും അമിത്ഷാ സഭയിൽ ഹാജരായില്ലല്ലോ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ ഇത്രയും ദിവസമായി ഹാജരായില്ല? പ്രധാനമന്ത്രി ആദ്യ ദിവസമെങ്കിലും പേരിനും വേണ്ടി ഹാജരായി. ഈ എല്ലാ ദിവസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പാർലമെൻറ്റ് മന്ദിരത്തിൽ വരുന്നുണ്ട്. പാർലമെൻറ്റ് മന്ദിരത്തിൽ ഓഫീസിൽ അദ്ദേഹം രാത്രി 10 മണി വരെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എന്തുകൊണ്ട് സഭയെ അഡ്രസ്സ് ചെയ്യുന്നില്ല? പിന്നെ എന്ത് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം? പാർലമെൻറ്റ് ഡിബേറ്റ് നടക്കണം, ഡിസ്കഷൻ നടക്കണം, അതിൻ്റെ ഗരിമ ഗൗരവം വർദ്ധിപ്പിക്കണമെന്ന് നിരന്തരം പറയുന്ന BJPയുടെ നേതൃത്വം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഹാജരാകുന്നില്ല? തീർച്ചയായിട്ടും FCRA ബില്ല് ശക്തമായ എതിർപ്പുണ്ടാകും. അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ FCRA ബില്ല് സതുദ്ദേശപരമായിട്ടുള്ള ബില്ലല്ല. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ബില്ലാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് FCRA ബില്ലിനെതിരായി ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം ഏതെങ്കിലും കാരണവശാൽ FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ നാളിതുവരെ FCRA ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ആ ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ ആ പള്ളി അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ആർജിച്ച മുഴുവൻ സ്വത്തും ഈ നിയമത്തിലൂടെ രൂപീകരിക്കുന്ന ഒരു അതോറിറ്റി കണ്ടുകെട്ടുമെന്നുള്ള വ്യവസ്ഥ എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പള്ളികളുടെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുമെന്നാണ്.
ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും നടത്തുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ലാപ്സസ് ഉണ്ടാകുകയോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുകയോ ചെയ്താൽ ഒരു പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും സർക്കാർ രൂപീകരിക്കുന്ന ഒരു അതോറിറ്റി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അതെന്തൊരു ന്യൂനപക്ഷാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ? അവരാശങ്ക ഉയർത്തുന്നതിൽ എന്താ തെറ്റ്? മാത്രമല്ല റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മൂലധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതടക്കം ഏറ്റെടുക്കും. മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് ഒത്തുതീർപ്പിന്റെ ഭാഗമായി പറഞ്ഞു. ഇതേവരെ ഗവൺമെന്റ് ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നിയമത്തിൽ മാറ്റവും വരുത്തിയിട്ടില്ല.